പട്ടിണിയും കഷ്ടപ്പാടും ദുരിതവും അറിഞ്ഞ ഒരു വലിയ മനുഷ്യൻ. ചെറുപ്പത്തിൽ തന്നെ അമ്മയും അച്ഛനും നഷ്ടപ്പെട്ടു. തൊഴിലാളി ജീവിതം ആരംഭിച്ചു. എല്ലാ മേഖലയിലുള്ള തൊഴിലാളി പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടു. ഇദ്ദേഹത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ വളർത്തിയതും അദ്ദേഹത്തിൻ്റെ ഈ ആദർശപരമായ ജീവിതത്തിന് തുടക്കം കുറിച്ചതും സഖാവ് കൃഷ്ണപിള്ളയാണ്. അത് അദ്ദേഹം പലപ്പോഴും പറയാറുണ്ട്. അതുകൊണ്ട് ആദർശവാദിയായ, കർമ്മധീരനായ, തെറ്റിനോട് ഏതു വിധത്തിലും പ്രതികരിക്കാൻ കഴിയുന്ന, തെറ്റുകൾക്കെതിരായി പ്രതികരിക്കും. അദ്ദേഹം കക്കാതെ കളവ് പറയാതെ സമൂഹത്തിന് ദ്രോഹം ചെയ്യാത്ത, തൻ്റെ 102ാമത്തെ വയസ്സുവരെ അദ്ദേഹം പ്രവർത്തിച്ചു. പാർട്ടിക്കും പ്രസ്ഥാനത്തിനും ഈ രാജ്യത്തിനും വേണ്ടി 2 or 3 പ്രാവശ്യം അദ്ദേഹം പ്രതിപക്ഷ നേതാവായി, ഒരു പ്രാവശ്യം അദ്ദേഹം മുഖ്യമന്ത്രിയായി. അത്തരം സഖാക്കളും അത്തരം രാഷ്ട്രീയക്കാരും ഇന്ന് സമൂഹത്തിൽ നിന്ന് ഓരോ ദിവസമായി നഷ്ടപ്പെട്ടു പോകുന്നു എന്നതിൽ വേദനിക്കുന്നവനാണ് ഞാൻ. കാരണം ഇന്ന് വർഗീയത അതിൻ്റെ മൂർധന്യത്തിൽ കയറിക്കൊണ്ടിരിക്കുമ്പോൾ ഇത്തരക്കാർ ഈ രാജ്യത്തിന് ആവശ്യമായിരുന്നു. പക്ഷേ 102ാം വയസ്സുവരെയും കർമ്മധീരനായി പ്രവർത്തിച്ച് തൻ്റെ വയസ്സുകാലത്ത് അദ്ദേഹം നമ്മളെ വിട്ടുപോയി. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നു. ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ സ്ഥാനാർത്ഥിയായി ഞാൻ നിലമ്പൂരിൽ മത്സരിക്കുമ്പോഴാണ് ഇദ്ദേഹത്തൊക്കെ കാണുന്നത്. ഒന്നാം നിയോജകമണ്ഡലത്തിലെ കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയ നേതാക്കന്മാരും വന്നിരുന്നു. ആ കാലത്താണ് ഞാൻ MVR ആയി പരിചയപ്പെടുന്നത്. ആ കാലഘട്ടത്തിലാണ് ഞാൻ എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും പരിചയപ്പെടുന്നത്. ആ കൂട്ടത്തിൽ അന്ന് അദ്ദേഹത്തെ പരിചയപ്പെട്ടിരുന്നു. പിന്നെ പിൽക്കാലത്തെ ഇടയ്ക്കൊക്കെ കാണും. പക്ഷെ ഞാൻ ദൂരത്ത് നോക്കി കാണുന്ന ഏറ്റവും നല്ലൊരു കമ്മ്യൂണിസ്റ്റുകാരൻ, ഏറ്റവും നല്ല കമ്മ്യൂണിസ്റ്റുകാരൻ എൻ്റെ ദൃഷ്ടിയിൽ. ഒരു അഴിമതിയും ജീവിതത്തിൽ ചെയ്യാത്ത, അഴിമതിക്ക് നേരെ ശക്തമായ വാളോങ്ങിയ, അഴിമതിക്ക് നേരെ ഏത് സ്റ്റേജിലും തൻ്റെ പാർട്ടിക്കാരുടെ മുഖത്ത് നോക്കി, ഇതര പാർട്ടിക്കാരുടെ മുഖത്ത് നോക്കി അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ സംസാരിച്ച് കാണുന്ന ഒരു നല്ല സഖാവായിരുന്നു PS.